ജൂലൈ 2 എന്തൊക്കെയാണ് ചാനൽ ചെയ്തതെന്ന് നോക്കിയാലോ. ഇന്ന് ജൂലൈ 2, അപ്പോൾ 2-ാം തീയതി ഞാനൊന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പേജിലായിട്ട് എനിക്ക് ഷോപ്പിംഗ് പോകാനായിട്ടുണ്ട്. ഫ്രൈഡേ ഒരു ഷോപ്പിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് മാർക്ക് ചെയ്ത് എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ചാനൽ എനിക്ക് ഒരു മെമ്മറി പോലെ സേവ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഗോൾസും കാര്യങ്ങളും ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഗോൾസിലേക്ക് 2 കാര്യങ്ങളും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മന്ത് എനിക്കൊരു 5K സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചാനൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഹാബിറ്റ് ട്രാക്കർ ഒരു കാരണവശാലും മുടക്കാണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്തണം എന്നുള്ളതുകൊണ്ടാണ് ഹാബിറ്റ് ട്രാക്കറിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് ജൂലൈ കലണ്ടറിൽ ഹൗ ഈസ് ദ ഡേയിൽ ഇന്നൊരു നല്ല അടിപൊളി ദിവസമായിരുന്നു. ഹാപ്പി ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നും എനിക്ക് പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ ചാനലിൻ്റെ വീഡിയോ മാത്രമാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതുകൂടെ എഴുതി വെച്ചിട്ടുണ്ട്. മൂഡ് ട്രാക്കർ ഞാൻ മാർക്ക് ചെയ്യാനായിട്ട് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. ഇന്നൊരു ഹാപ്പി ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ ബ്രഷ് പെൻ വെച്ചിട്ട് ആ ഒരു സ്ട്രോബെറി ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫില്ല് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബേഴ്സ് കൗണ്ടാണ്. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജൂലൈ 1 പോലെ തന്നെ സെയിം ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 1563 തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. ജാറിലും അതുപോലെ ഞാൻ എഴുതിയിട്ട് ഞാൻ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാൻ എഴുതി റെഡിയാക്കിയിട്ട് ജാറിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇടാനാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചാനൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ജാറാണെന്ന് പറയും. അറ്റ് ദ സെയിം ടൈം മെമ്മറി സൂക്ഷിക്കാതെ നമുക്കൊരു ജേർണലായിട്ടും യൂസ് ചെയ്യാം. ഇത് ക്യൂട്ടുമാണ്. അറ്റ് ദ സെയിം ടൈം നല്ല ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഒരുപാട് വെള്ളമൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് പ്രേ ട്രാക്കറാണ്. പ്രേ ട്രാക്കറിൻ്റെ അടുത്ത് ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് സബ്സ്ക്രൈബേഴ്സ് നെയിം ട്രീയിൽ ഞാൻ കുറച്ചധികം പേര് എഴുതാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിട്ട് 4 പേരാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. 3 ഓൾറെഡി ഞാൻ ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് എഴുതിയിട്ടുള്ളത്. അത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് നെയിം ട്രീയിൽ ഞാൻ ഇന്ന് 4 പേര് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് ഹാബിറ്റ് ട്രാക്കറിൽ ഇന്ന് ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ദിവസമായിരുന്നു. അതുകൊണ്ട് പ്ലാൻ മൈ ഡേ ഞാൻ ചെയ്തിട്ടില്ല. അതുപോലെ ഇന്ന് ഒരുപാട് ക്ഷീണമുള്ള ദിവസമായതുകൊണ്ട് എക്സസൈസ്, സെൽഫ് കെയർ, അതുപോലെ ഒരുപാട് കാര്യങ്ങളൊന്നും വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെയിലി ജങ്ക് ചാനലിൻ്റെ അകത്ത് കഴിച്ചിട്ടുണ്ടായിരുന്ന ഫ്രൈഡ് ചിക്കൻ്റെ ബോക്സിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു കുഞ്ഞു ഫ്രൈഡ് ചിക്കൻ്റെ ഒരു ഇമേജാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്? ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എ സ്മോൾ സൈനിങ് ഓഫ്.